ഹലോ A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാലിപ്പൂവൻ വാഴക്കൃഷിയിൽ കുല പാതി മുക്കാൽ മൂപ്പാകുമ്പോൾ കായ്കൾ പൊട്ടിപ്പോകുന്നു. അതിൻ്റെ കാരണങ്ങളും പ്രശ്നപരിഹാരവുമാണ് ഇന്നത്തെ വീഡിയോ. പൂവൻ അല്ലെങ്കിൽ ഞാലിപ്പൂവൻ വാഴകളിൽ കൂടുതലായി കാണപ്പെടുന്ന പ്രശ്നമാണിത്. കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റമാണ് ഇതിന് മുഖ്യ കാരണം. ശാരീരികമായി സംഭവിക്കുന്ന വ്യതിയാനമാണിത്. രൂക്ഷമായ വരണ്ട കാലാവസ്ഥയ്ക്കും ഉയർന്ന അന്തരീക്ഷ താപനിലയ്ക്കും ശേഷം പെട്ടെന്ന് മഴ പെയ്യുക, അല്ലെങ്കിൽ വരൾച്ചയുടെ ക്ഷീണം തീർക്കാൻ അമിതമായി നനയ്ക്കുക, സ്പ്രിങ്ക്ലർ നന കൊടുക്കുക തുടങ്ങിയവ ചെയ്യുമ്പോഴാണ് കായ്കൾ പൊട്ടുന്ന പ്രവണത കൂടുതൽ കണ്ടുവരുന്നത്. പൂവനിലും ഇതുതന്നെയാണ് അവസ്ഥ. മറ്റൊന്ന്, വിളഞ്ഞ കായ്കൾ യഥാസമയം വിളവെടുക്കാതെ വാഴയിൽ തന്നെ നിർത്തുന്നതും ഇതിനിടയാകും. തുടക്കം കാണുന്നെങ്കിൽ അപ്പോൾ തന്നെ വിളവെടുപ്പ് നടത്തണം. കൂടാതെ പൊട്ടാസ്യം എന്ന മൂലകത്തിൻ്റെ അളവ് കൂടുന്നതും ഇതിന് കാരണമാകാറുണ്ട്. പൊട്ടാഷിൻ്റെ ആവശ്യകതയ്ക്കായി നൽകുന്ന സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേ അധികമായാലും ഇങ്ങനെ സംഭവിക്കാം. കാൽസ്യം, ബോറോൺ തുടങ്ങിയ മൂലകങ്ങളുടെ കുറവും ഇതിനിടയാകാം. കൂടാതെ ജലലഭ്യതയിൽ തീരെ കുറവ് വരുന്നതും കാരണമാണ്. നന അമിതമാകാതെ നോക്കുക. വാഴക്കുല കാലതാമസം വരാതെ യഥാസമയം വിളവെടുക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ കായ് വിണ്ടുകീറൽ ഒഴിവാക്കാം. കഴിയുമെങ്കിൽ വാഴ പടല വിരിഞ്ഞുടനെ തന്നെ കരിയില കൊണ്ട് പൊതിഞ്ഞു കെട്ടുന്നത് നന്നായിരിക്കും. വിണ്ടുകീറൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ വാഴ വെട്ടുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം എന്ന് ഞാൻ കരുതുന്നു. ഇത്തരം അറിവ് കലർന്ന വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.